സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചു. ശക്തമായ മഴയിൽ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ഇടുക്കി നെടുങ്കണ്ടത്തുണ്ടായ വലിയ മണ്ണിടിച്ചിൽ 2 ഏക്കർ സ്ഥലം ഒലിച്ചുപോയി. വിവിധ ജില്ലകളിൽ നിന്ന് വ്യാപക കൃഷിനാശം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദേവൻ MP ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ദേവൻ, എങ്ങനെയാണ് മഴയുടെ സാഹചര്യം സംസ്ഥാനത്ത്? ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച കനത്ത മഴയിൽ തിരുവനന്തപുരത്തിന്റെ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒരുപോലെ തന്നെ രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിൽ തമ്പാനൂർ, കിഴക്കേക്കോട്ട, പഴവങ്ങാടി, ഒപ്പം തന്നെ ചാല, ശ്രീകണ്ഠേശ്വരം, കിംസ് ആശുപത്രികൾ, ഈ പരിസരങ്ങളെല്ലാം തന്നെ രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായത്. മാത്രമല്ല നഗരത്തിലും ഒപ്പം തന്നെ ഗ്രാമപ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള കനത്ത നാശനഷ്ടങ്ങളും മഴയെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. കാട്ടാക്കടയിൽ 5 വീടുകളിൽ വെള്ളം കയറി. ഒപ്പം തന്നെ കരമന ഭാഗത്തും വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും ആളുകളെ ഫയർഫോഴ്സ് എത്തിയാണ് പിന്നീട് മാറ്റിയത്. ഒപ്പം തന്നെ ചാവടിനടയിൽ വലിയ രീതിയിലുള്ള കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 15 ലക്ഷത്തോളം രൂപയുടെ കൃഷിനാശമാണ് ഈ മഴക്കെടുതിയിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല കഴക്കൂട്ടത്തു നിന്നും ആക്കുളം ഉള്ളൂരിലേക്കുള്ള പ്രധാന പാതയിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോയ വാഹനങ്ങളെ പിന്നീട് കയറ് കെട്ടിയാണ് പിന്നീട് ഈ വാഹനങ്ങളെല്ലാം തന്നെ അവിടെ നിന്നും വലിച്ചു മാറ്റിയത്. ഈ കനത്ത മഴ തുടർന്ന സാഹചര്യത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മന്ത്രി വി ശിവൻകുട്ടിയുടെയും ഒപ്പം തന്നെ PA മുഹമ്മദ് റിയാസിന്റെ മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ യോഗത്തിൽ മഴക്കെടുതികളെ നേരിടാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്തു. മാത്രമല്ല വില്ലേജ് ഓഫീസർമാർക്കും മുഴുവൻ സമയം അലർട്ടായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ താലൂക്ക് കേന്ദ്രങ്ങളിലും കളക്ടറേറ്റുകളിലും കൺട്രോൾ റൂം തുറക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിട്ടുള്ള പൊന്മുടി, ഒപ്പം തന്നെ മീൻമുട്ടി, കല്ലാറ്, ഒപ്പം മങ്കയം പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയും നിരോധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇനി വരുന്ന അടുത്ത 5 ദിവസവും സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളതും. മാത്രമല്ല ഇന്നിപ്പോൾ സംസ്ഥാനത്ത് തെക്കൻ ജില്ലകളിലാണ് മഴ രൂക്ഷമായി തുടർന്നുണ്ടായിരുന്നെങ്കിൽ നാളെയും മറ്റന്നാളും സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിലും മഴ കനക്കുമെന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല പ്രത്യേകിച്ചും ഇടുക്കി, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലെല്ലാം തന്നെയും നാളെ ശക്തമായ മഴ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല എറണാകുളം മുതൽ വടക്കോട്ടുള്ള മറ്റ് ജില്ലകളിലും എറണാകുളം, പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകളിലും നാളെയും മറ്റന്നാളും ശക്തമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശരി ദേവൻ.